Exercise 9.1 question number 1. The shape of the top surface of a table is a trapezium. Find its area if its parallel sides are 1 meter and 1.2 meter and the perpendicular distance between them is 0.8 meter. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയാണ്. ട്രപ്പീസിയം ഷേപ്പ് ഉള്ളതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇതിൻ്റെ അതായത് ഈ ട്രപ്പീസിയത്തിൻ്റെ 2 പാരലൽ സൈഡ് തന്നിട്ടുണ്ട്. ഒരു പാരലൽ സൈഡ് എ ആണ്, മറ്റേ പാരലൽ സൈഡ് നമുക്ക് ബി ആയിട്ട് എടുക്കാം. എ എത്രയാണ് തന്നിട്ടുള്ളത്? എ 1 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. ദെൻ ഈ 2 പാരലൽ സൈഡിൻ്റെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് എച്ച് ആയിട്ട് നമുക്ക് എടുക്കാം. അത് 0.8 ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? ട്രപ്പീസിയത്തിൻ്റെ, അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയം ഷേപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനോട് തുല്യമാണ്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കൊക്കെ. എല്ലാം ചെക്ക് ചെയ്ത് വീഡിയോസ് കാണാം. അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എയും ബിയും അവിടുത്തെ പാരലൽ സൈഡ്സ് ആണ്. എച്ച് എന്ന് പറയുന്നത് ആ പാരലൽ സൈഡ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. എ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബി 1.2 മീറ്റർ ആണ്, എച്ച് 0.8 മീറ്റർ ആണ്. സോ നമുക്ക് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1.2 ഇൻറ്റു 0.8 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ 1 പ്ലസ് 1.2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? 1.0 പ്ലസ് 1.2 ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. 0 പ്ലസ് 2 വരും, പോയിൻ്റ് അതുപോലെ തന്നെ ചെയ്തു. ദെൻ 1 പ്ലസ് 1 2, 2.2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹാഫ് ഇൻറ്റു 0.8 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത്? 2.2. അപ്പോൾ നമ്മളത് അതുപോലെ എഴുതി 2.2. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഹാഫ് ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.8 ഇൻറ്റു 2.2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിൻറ്റിനെ കൺസിഡർ ചെയ്യാണ്ട് ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓരോ നമ്പറിലും എത്ര ഡെസിമൽ പ്ലേസ് ആണോ ഉള്ളത് അതെല്ലാം ആൻസറിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 8ഉം 22 ആണുള്ളത്. അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. 16 ദെൻ 1 വരും. 8 ഇൻറ്റു 2 16 പ്ലസ് 1 176 എന്ന് വരും. ഓക്കെ, അപ്പോൾ 176 ആണുള്ളത്. ആൻസറിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് നീക്കിയിട്ട് വേണം പോയിൻ്റ് ഇടാനായിട്ട്. അപ്പോൾ 6ഉം 7ഉം കഴിഞ്ഞ് 1ൻ്റെ അടിക്കായിരിക്കണം പോയിൻ്റ് ഇടേണ്ടത്. സോ ആൻസർ വരുന്നത് എ ഇസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1.76 ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി എന്താ വരുന്നത്? എ ഇസ് ഈക്വൽ ടു 1.76 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷനാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം? നോർമൽ 176നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ പ്ലേസ് നീക്കിയിട്ടാണ് പോയിൻ്റ് ഇട്ടിരിക്കുന്നത് ആൻസറിലും അത്രയും ഡെസിമൽ പ്ലേസ് നീക്കിയിട്ട് പോയിൻ്റ് ഇടാം. ഇനി ഇവിടെ വരുമ്പോൾ 8 ഇൻറ്റു 2 16 വരും. 1 വന്നു, 6 ഇറക്കിയിട്ടപ്പോൾ 8 ഇൻറ്റു 2 അഗെയിൻ 16. സോ 88 എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡെസിമൽ പോയിൻ്റ് പ്ലേസ് ചെയ്യണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് വന്നിരിക്കുന്നത്. സോ 88-നകത്ത് 2 സ്പേസ് 1 2 ഇവിടെയാണ് ഇടേണ്ടത്. ഇതിനിവിടെ 0 കൊടുത്തു. 0.88 മീറ്റർ സ്ക്വയർ എന്നാണ് വരിക. ഏരിയ ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് കൊടുക്കണം, മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ ബാക്കി യൂണിറ്റ്സ് എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ therefore the area of the top surface of a table is 0.88 meter square. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ
നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID കൊടുക്കുന്നുണ്ട്, ഉടനടി അതിലേക്ക് മെയിൽ ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. അതുവരെ ബൈ, ടേക്ക് കെയർ.